ഹായ് ഹലോ ജിഞ്ചർ ക്യാപ്സിയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത് ജബൽ ജയ്സിലോട്ടാണ്. അപ്പം നമ്മളൊരു 2:30 AM ഇറങ്ങിയിരിക്കുന്നത്. ഒരു ലേറ്റ് നൈറ്റ് ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നമുക്ക് ജബൽ ജയ്സിലോട്ട് പോകാനായിട്ട് 2 മണിക്കൂറും 10 മിനിറ്റ്സും ഉണ്ട്. അപ്പം 166.7 കിലോമീറ്ററാണ് നമ്മൾ ഗൂഗിളിൽ കാണിക്കുന്നത്. അപ്പം ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ചെറിയൊരു ടൈം ലാപ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ 5:30 ഒക്കെ ആയപ്പോൾ ജബൽ ജയ്സിൽ എത്തിയിരുന്നു. അപ്പം കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വണ്ടിയിൽ കിടന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പം ആ ഉറങ്ങുന്നതിൻ്റെ ടൈമിലുള്ള ടൈം ലാപ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. ക്ലീനാണ് കേട്ടോ, ഇവിടെയൊക്കെ ക്ലീനാണ്. ഇത് ആദ്യം തന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണ്. ഈ മുനിസിപ്പാലിറ്റി വണ്ടി വന്ന് വേസ്റ്റുകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതാണ്. നല്ല ക്ലീൻ ആക്കി ഇട്ടേക്കുവാണ്. ഒരു വേസ്റ്റോ എന്തെങ്കിലും അവിടെ കിടന്നു കഴിഞ്ഞാൽ അപ്പോഴത് പിക്ക് ചെയ്ത് വേസ്റ്റിലിടുന്നതാണ്. ഇഷ്ടംപോലെ ക്ലീനേഴ്സും അവിടെ നിൽപ്പുണ്ട്. ഭയങ്കര രസമായിരുന്നു. അപ്പം ആ മോർണിംഗ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലേറ്റ് നൈറ്റിൽ തന്നെ ഡ്രൈവ് ചെയ്ത് ഇത്രയും ദൂരം വരെ വന്നത്. അപ്പം അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 21 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളെ ഗൂഗിളിൽ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ അങ്ങ് എത്തിയപ്പോൾ അത്ര വലിയ തണുപ്പില്ലേലും തണുപ്പുണ്ടായിരുന്നു. പിന്നെ വെയിലൊക്കെ ആയപ്പം നല്ല ചൂടായി. വെയിലിൻ്റെ ചൂടേ ഉള്ളൂ, അല്ലാതെ കാറ്റ് വരുന്നതെല്ലാം തണുത്ത കാറ്റാണ്. ഇതിൻ്റെ അകത്ത് ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഈ നേരെ കാണുന്നതാണ് ഈ ഷോപ്പ്. അപ്പം ഇതിൻ്റെ അടുത്തായിട്ട് ജെയ്സ് ലെഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അത് നമുക്ക് മേളിൽ നമുക്ക് വ്യൂ ഒക്കെ കാണാനായിട്ട് പോകാം. പക്ഷേ അത് 40 ദിർഹംസാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. നോക്കിക്കേ, ഡീപ്പായിട്ടുള്ള സ്ലോപ്പുകളും മറ്റുമാണ് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ കാണാനായിട്ട്. ആ ഒരു മൂടൽ മഞ്ഞും ഈ വ്യൂവും കൂടെ ആവുമ്പം നല്ല രസമാണ്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ മുട്ട പുഴുകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ബർഗറും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ ബ്രെഡും ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുണ്ടാക്കണം. മക്കൾക്ക് പാല് ഞാൻ കാച്ചി കൊടുത്തായിരുന്നു. അങ്ങനെ ടെൻറ്റിലിരുന്ന് പാല് കുടിക്കുകയാണ്. ബർഗർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബ്രെഡ് ക്രംസ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഒരു ഷാലോ ഫ്രൈ ആക്കിയാൽ മതി. അത് ഓൾറെഡി കുക്ക്ഡാണ്, ഹാഫ് കുക്ക്ഡാണ്. അപ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ബ്രദറിന് കെച്ചപ്പ് ഇഷ്ടമല്ല. അങ്ങനെ ബ്രെഡ് വെക്കാൻ പറഞ്ഞപ്പോൾ കളിക്കുകയാണ്. ഞങ്ങൾ വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ ബ്രെഡ് നേരെ വെച്ചു. ടെൻ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പം പിള്ളേർക്ക് രാവിലെ വന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് അവരെ കിടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെയുള്ള ഫുഡുകളാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചോറ്, ദോശ ഒന്നും ഇഷ്ടമല്ല. വൈകിട്ടത്തേക്കുള്ള ചിക്കൻ ചാർക്കോളിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യാൻ പോവുകയാണ്. ഫ്രഷ് ചിക്കൻ അല്ല കേട്ടോ, ഫ്രോസൺ ആണ്. ഇങ്ങനെയുള്ള ചാർക്കോളിനെല്ലാം ഫ്രോസൺ ആണ് നല്ലത്.
ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അരപ്പ് പുരട്ടിയെടുക്കണം. അങ്ങനെ അരപ്പ് പുരട്ടുന്നത് ഞാനാണ്. അതിനതാ അരപ്പ് പുരട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് എടുക്കുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ അരപ്പ് പുരട്ടി വെക്കും. അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഞങ്ങൾക്ക് ടീ ഇട്ടില്ലായിരുന്നു. അങ്ങനെ ടീ ഇടാനായിട്ട് നിന്നപ്പോഴാണ് ആട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആടുകളെ അടുപ്പിക്കരുത്. ആടുകളെ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫുഡുകളെല്ലാം അത് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഓടിച്ചു വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓടിച്ചു വിടുകയാണ്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ താഴോട്ടൊരു പാർക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിലോട്ട് വന്ന്. അപ്പം എൻട്രി ഫീ 5 ദിറംസ് ആണ്. കുട്ടികൾക്ക് ഫ്രീ ആണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറുകയാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ സൈക്കിള് റെൻറ്റിനും കൊടുക്കുന്നുണ്ട് അവർ. ഓരോ കോർണറിലായിട്ട് ടെലിസ്കോപ്പും വെച്ചിട്ടുണ്ട്. നമുക്ക് ലോങ് ഡിസ്റ്റൻസിലുള്ള കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യാം. നമ്പർ പ്ലേറ്റ് വരെ, അതായത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വരെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആളുകൾ ഇരിക്കുന്നതും ആളുകൾ നടക്കുന്നതും എല്ലാം, ലോങ് ഡിസ്റ്റൻസിൽ ആളുകൾ നടക്കുന്നതെല്ലാം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അത്ര ക്ലിയർ ടെലിസ്കോപ്പാണ് ഓരോ കോർണറിലും വെച്ചിരിക്കുന്നത്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കയറി വന്ന വഴിയാണ് കാണുന്നത്. ടെലിസ്കോപ്പ് വഴി അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കിലോട്ട് വന്നു. അവിടെ അടുത്ത് തന്നെയാണ് പാർക്കും. അങ്ങനെ ഈ പാർക്കിലോട്ട് കയറുന്ന വഴിയാണ് ഈ കാണുന്നത്. ആദ്യം തന്നെ സ്വിങ്ങിൽ കയറി സിസ്റ്ററും മോളും കൂടി ആടുന്നുണ്ട്. നല്ല രസമാണ് അവിടെ അതിലിരുന്ന് ആടാനായിട്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സീഷോ ഉണ്ട്. അങ്ങനെ പല ഓപ്പല്ലേ, അപ്പം നല്ല ചൂടും കാണും. അപ്പം ആ ചൂടൊന്നും അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാനുകൾ ഓരോ കോർണറിലായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ചൂടായിട്ട് അനുഭവപ്പെട്ടില്ല. നോക്കിയൊക്കെ ബാക്കിലായിട്ട് നല്ല ആർട്ടിഫിഷ്യൽ ലാൻഡ്സ്കേപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ് അവിടെ നിന്ന്. ഇവിടുത്തെ വ്യൂവും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബീച്ചിൻ്റെ വ്യൂ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഹില്ലിലാണ് നമ്മളിനി ഹൈക്കിംഗ് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ പോകുമ്പോൾ ഷൂവും ഒരു കുപ്പി വെള്ളവും മസ്റ്റാണ്. അത് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മളെ പേരും അഡ്രസ്സും എല്ലാം അവിടെ കൊടുത്തിരിക്കണം. അങ്ങനെ നമ്മൾ 1415 മീറ്റർ ഹൈറ്റിലുള്ള വ്യൂവിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജബൽ ജെയ്സിലുള്ള ഫുള്ള് മലകൾ കാണാൻ സാധിക്കും. ഭയങ്കര പാടായിരുന്നു ഇവിടെ ഇങ്ങോട്ട് കയറാനായിട്ട്. നിന്നൊക്കെയാണ് കയറിയത്. ഭയങ്കര ടഫായിരുന്നു. സ്പോട്ടിലെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ജബൽ ജെയ്സിലെ ഏറ്റവും നല്ല സ്പോട്ടെന്ന്. പക്ഷേ എവിടെ പോയാലും ഈ ഒരു അടിപൊളി ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഒറ്റ അടിക്ക് തന്നെ കയറണമെന്നില്ല. അവിടെ ആയിട്ട് ഇരിക്കാനായിട്ട് സ്പേസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. വീക്കെൻഡിലൊക്കെ വരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. നിങ്ങളും വരണം. റോഡിൻ്റെ 2 സൈഡിലും ബാർബിക്യൂ ചെയ്യാനായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് ബാർബിക്യൂ ചെയ്യാം.
നമ്മൾ പക്ഷേ അവിടെയൊന്നും ഇരുന്നില്ല, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ താഴോട്ട് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ നല്ല രസമാണ് കാണാനും ഇരുന്ന് കുക്ക് ചെയ്യാനൊക്കെ നല്ലൊരു പ്ലേസാണ്. അതുകൊണ്ട് നമ്മൾ താഴോട്ട് പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ആദ്യം തന്നെ അടുപ്പൊക്കെ എടുത്ത് വെച്ച് കട്ടൻ ചായ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ടൻ ചായ ഇട്ടു. അടുത്ത പരിപാടി ചിക്കൻ ചാർക്കോളാണ്. ചിക്കൻ ചാർക്കോൾ ചെയ്യാനായിട്ട് ഗ്രില്ലിൽ സെറ്റ് ചെയ്യുകയാണ്. അടുത്ത ട്രിപ്പായിട്ട് കിഴങ്ങും അവിക്കാനായിട്ട് വെച്ചു. കിഴങ്ങ് അവിച്ച് ചിക്കനുമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് കിഴങ്ങും അവിച്ചു. അപ്പോൾ കിഴങ്ങ് റെഡിയായി. നമ്മളെ കിഴങ്ങൊക്കെ ആയി. ചിക്കനൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെ ചിക്കനും കിഴങ്ങും ആയിട്ടൊരു പിടി പിടിക്കണം. ഫുഡൊക്കെ റെഡിയായപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ട്രാവലിംഗ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ.